അങ്ങനെ ഭഗവാൻ വാരി പുണരുന്നു ആരെ? സുധാമാവിന്. സുധാമാവ് ആദ്യം പറഞ്ഞു, ഭഗവാനെ പാടില്ല, എൻ്റെ ദേഹത്ത് മുഴുവൻ എന്താണ് അഴുക്കാണ്, മെഴുക്കൊക്കെയാണ്, നാരായണ എൻ്റെ ദേഹത്ത് വിയർപ്പുണ്ട്, നീ എങ്ങനെയാ പട്ട് വസ്ത്രം ഉടുത്തിരിക്കുന്നവനാ? സുധാമാവിൻ്റെ വരവ് കേട്ട് അറിയുന്നതായ ഭഗവാൻ ആ ഇരിക്കുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് ഓടിയത്രേ. എഴുന്നേറ്റ് ഓടിയപ്പോൾ ഭഗവാന്റെ ഉത്തരീയം ഊരി താഴെ വീണു. ദേവി രുക്മിണി എന്ത് ചെയ്തു? ഈ ഉത്തരീയം എടുത്തോണ്ട് ഭഗവാന്റെ പുറകെ ഓടുക. എൻ്റെ പൊന്നു ഭഗവാനെ, ഏതാ ഇത് പോയിരിക്കുന്നു. കാരുണ്യമൂർത്തിയായ ഭഗവാൻ തൻ്റെ വസ്ത്രം പോയതും അറിഞ്ഞില്ല, ഒന്നും അറിഞ്ഞില്ല. തൻ്റെ മനസ്സിൽ ആരേ ഉള്ളൂ? എൻ്റെ ഭക്തൻ മാത്രമേ ഉള്ളൂ. സജ്ജനങ്ങളെ, ഭഗവാന്റെ കൂട്ടുകാരെ നമ്മൾ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ ശ്രീധാമാവുണ്ട്, സുധാമാവുണ്ട്, അങ്ങനെ കുറച്ച് കൂട്ടുകാരുണ്ട്. പക്ഷേ ഭാഗവതത്തിൽ ഒരാളുടെ പേരെ എഴുതി വെച്ചുള്ളൂ. ആരുടെ? സുധാമാവിൻ്റെ. എന്തുകൊണ്ടാ? സാക്ഷാൽ കേശവന്റെ കണ്ണ് നിറപ്പിച്ചത് ആര് മാത്രമാ? സുധാമാവ് മാത്രം അല്ലേ? ഒരാൾക്കേ ജീവിതത്തിന്റെ ഉള്ളിൽ തൊടാൻ പറ്റൂ, അത് സാക്ഷാൽ മാധവൻ മാത്ര. തൻ്റെ അടുത്തോട്ടുള്ളവന്റെ ഭക്തി ഭഗവാൻ കണ്ടു. അത് മാത്രോ, വാരി പുണർന്നു. നേരെ എവിടേക്ക് കൊണ്ടുപോയി? അകത്തളങ്ങളിലേക്ക് കൊണ്ടുപോയി. ഭഗവാൻ ഇരിക്കുന്ന സിംഹാസനത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, സുധാമാവേ ഇരിക്ക്. എങ്ങോട്ട്? തിരുവടിയിരിക്കുന്ന രത്നസിംഹാസനം കാട്ടിയിട്ട് പറഞ്ഞു, സുധാമാവെ ഇരിക്ക്. ഇത് കേട്ടപ്പോഴാണ് സുധാമാവ് ഞെട്ടിപ്പോയി. ഭഗവാനെ, നീ എന്തായി പറയണേ? നീ ഇരിക്കണ സിംഹാസനത്തെ ഞാൻ ഇരിക്കാന്നോ? ഞാൻ താഴെ ഇരുന്നോളാം ഭഗവാനെ. ആര് പറഞ്ഞു? ഞാൻ താഴെ ഇരുന്നോളാം. ശരി, നീ അവിടെ എന്തായാലും ഇരിക്കുന്നില്ല, ഞാനും അവിടെ ഇരിക്കാൻ പോവാ, നിന്നോടൊപ്പം തറയിലിരിക്കാൻ പോവാ. അപ്പൊ സുധാമാവ് പറഞ്ഞു, തിരുവടിയേ, സഹസ്രകോടി മനുഷ്യർക്കും ആശ്രയമായിരിക്കുന്നവനെ, നീ സിംഹാസനത്തിലേ ഇരിക്കാവൂ, നീ എവിടെ ഇരിക്കരുത്, നീ നിലത്തിരിക്കരുത്. നീ സിംഹാസനത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ആരും ഇരിക്കാം, ഞാനും സിംഹാസനത്തിൽ ഇരിക്കാം. ഭഗവാന് വേണ്ടിയിട്ട് അദ്ദേഹം ഇരുന്നു. അത് മാത്രമല്ല, സകല പാപങ്ങളും പോക്കുന്നവനായ ജനാർദ്ദനൻ അല്ലേ? സകല പാപവും പോക്കുന്നവനായ ജനാർദ്ദനൻ, സകല പാപങ്ങളും ഇല്ലാതാക്കുന്ന ജനാർദ്ദനൻ, സകല പാപങ്ങളെയും കഴുകിക്കളയുന്ന ജനാർദ്ദനൻ, അങ്ങനെയെല്ലാമായിരിക്കുന്ന ജനാർദ്ദനൻ ഉണ്ടല്ലോ, എന്താ ചെയ്തത്? അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ അങ്ങോട്ട് എടുത്തൊരു തളികയിൽ വെച്ചു. അദ്ദേഹം പാദങ്ങൾ കഴുകി കൊടുത്തു. ഇല്ലേ? എന്തുകൊണ്ടാ കഴുകി കൊടുത്തേ? എന്തുകൊണ്ടാ കഴുകി കൊടുത്തേ? എന്ത് സാധനം ഉപയോഗിച്ചാ കഴുകി കൊടുത്തേ? വെള്ളം കൊണ്ടല്ല, കൃഷ്ണന്റെ കണ്ണുനീര് കൊണ്ടാ കഴുകി കൊടുത്തേ. പറഞ്ഞത് മനസ്സിലായോ? കൃഷ്ണന്റെ കണ്ണുനീര് കൊണ്ടാ. എന്താണെന്നറിയോ? തൻ്റെ ഭക്തനോട് ഭഗവാൻ എങ്ങനെ, ഏത് രീതിയിൽ തൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചാൽ അവന് മതിയാകുമെന്ന് ഭഗവാന് പോലും അറിയില്ല. അത്ര കാരുണ്യമൂർത്തിയല്ലേ നമ്മുടെ പൂവത്തൂരപ്പൻ. ആ പൂവത്തൂരപ്പൻ എന്ത് ചെയ്തു? സിംഹാസനത്തിലിരുത്തി ഇദ്ദേഹത്തിൻ്റെ പാദങ്ങൾ കഴുകുക മാത്രമല്ല ചെയ്തത്, ആ കഴുകിയ ജലം തീർത്ഥജലമായി കണ്ട് തൻ്റെ മൂർധാവിലൊക്കെ തളിച്ചു. അടുത്ത് നിന്ന രുക്മിണിക്കൊക്കെ അങ്ങ് ശകലം കൊടുത്തു. എല്ലാം അങ്ങനെ ഇരുന്നു. ശേഷം എന്ത് ചെയ്തു? നല്ലൊരു മാലയൊക്കെ ഇടിയിപ്പിച്ച് അദ്ദേഹത്തിന് പാദപൂജയൊക്കെ നടത്തി. വാസുദേവൻ കൂടെ അങ്ങോട്ട് ഇരുന്നു. മഞ്ഞപ്പട്ടുടുത്ത് പൊന്നിൻ കിരീടം ചാർത്തി വിശേഷമായ മാലകളുമൊക്കെ തന്നെ ചാർത്തിയിരിക്കുന്ന തിരുവടിയും, അതേപോലെ തന്നെ ദാരിദ്ര്യത്തിൻ്റെ രൂപത്തിൽ ആരും ഇരിക്കുന്നു അവിടെ? സുധാമാവും ഇരിക്കുക. രണ്ടുപേരും ഇരുന്നു. രണ്ടുപേരും വിശേഷങ്ങൾ പറയുന്നു. അങ്ങോട്ട് പറയുന്നു, ഇങ്ങോട്ട് പറയുന്നു. എൻ്റെ ഇടയിൽ ചോദിച്ചു, കൃഷ്ണൻ ചോദിച്ചു, ആട്ടെ സുധാമാവേ, നീ കല്യാണമൊക്കെ കഴിച്ചോടാ? ഓ, കഴിച്ച് ഇപ്പോഴത്തെ അവസ്ഥ പുറത്ത് പറയാൻ കൊള്ളത്തില്ല. എന്താ ദാരിദ്ര്യ? എത്ര പിള്ളേരുണ്ട്, കുട്ടികളൊക്കെ എന്ത് ചെയ്യണു ഒക്കെ ചോദിച്ചു. ഭഗവാന്റെ കാര്യം ചോദിക്കണ്ട, കാരണം എന്താ, ചക്രവർത്തിയെ സകലവും അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇത് ചോദിച്ചില്ലേലും ഭഗവാന് സുധാമാവിൻ്റെ അവസ്ഥ വ്യക്തമായി അറിയാം. അവിടെ ഭഗവാൻ പാലിച്ച സൗഹൃദത്തിൻ്റെ മര്യാദയുണ്ടല്ലോ, അത്ര വലുതാണെന്ന് നോക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയ സജ്ജനങ്ങളെ. ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യനാണ്, എന്താ കുട്ടികളില്ലേ? എന്തുകൊണ്ടാ ഇല്ലാത്ത? അടുത്ത ചോദ്യം. എന്നെ അവിടെ കൊണ്ട് ചികിത്സിക്കാത്ത? അടുത്ത ചോദ്യം. എന്നാ കൃഷ്ണൻ അങ്ങനെയല്ലേ ചോദിച്ചത്, കുട്ടികളുണ്ടോ? അവിടെ തീർന്നു വിഷയം. അവിടെ കൃഷ്ണൻ കൺക്ലൂഡ് ചെയ്തു. കൂടുതലൊന്നും, കാരണം കൃഷ്ണൻ അറിയാം, ആസ് എ പേഴ്സൺ അവൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളിൽ ആവശ്യമില്ലാതെ കടന്നു കയറുന്നത് ആർക്കും ഇഷ്ടമല്ല, അല്ലേ? ഇല്ലേ? നമ്മുടെ കുടുംബകാര്യത്തിൽ വഴിയെ കൂടെ പോകുന്നവൻ കയറി അഭിപ്രായം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ പറയിപ്പിച്ച് ഹിന്ദു കുടുംബങ്ങളൊക്കെ കണ്ടൊക്കെ പരിപാടി ആയത്.